1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും അവസാനം നടന്ന ഐതിഹാസികമായിട്ടുള്ള യുദ്ധം. 72 ദിവസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. ചാരന്മാരായി കടന്നു കയറിയപ്പോൾ തുടക്കത്തിൽ ഇന്ത്യൻ പട്ടാളം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് അത് സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പിന്നെ പോരാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നീണ്ട 72 ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ പട്ടാളത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ നിയന്ത്രണ രേഖ പാകിസ്ഥാൻ കയ്യേറിയ പ്രദേശങ്ങളെല്ലാം ഇന്ത്യ തിരിച്ചുപിടിച്ച് ആ കുന്നിൻ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കാർഗിൽ യുദ്ധത്തിൽ 527 പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ ആത്മാഭിമാനം തിരിച്ചുപിടിച്ച ധീര ജവാന്മാരെ ഇന്ന് രാഷ്ട്രം സ്മരിക്കുകയാണ്. സ്വന്തം നാടും വീടും ബന്ധുക്കളെയും വിട്ട് അതിർത്തി കാക്കാൻ നിയോഗിക്കപ്പെട്ട ഇന്ത്യയുടെ പട്ടാളം സുസജ്ജമാണ്. ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളും അതിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുവാനും അതിന് സംരക്ഷണം നൽകുവാനും. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ 72 ദിവസം നീണ്ടുനിന്ന ആ സായുധ പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാജ്യമെങ്ങും ഇതുപോലുള്ള കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിനകത്ത് ആസാമിലും ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പഞ്ചാബിലുമായി നീണ്ട 18 വർഷവും 20 വർഷത്തോളമായി പട്ടാളത്തിൽ ജോലിയെടുത്ത നമ്മുടെ നാട്ടുകാരനായ നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഉണ്ണിയേട്ടനെ ഇന്ന് കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുമിച്ച് എല്ലാവരെയും വിളിച്ചു ചേർക്കുവാൻ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്രവർത്തനം വീണ്ടും അത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ധീര ജവാന്മാരെ സ്മരിക്കുന്ന കാർഗിൽ വിജയ് ദിവസിൻ്റെ ഈ വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിനകത്തുള്ള ഏറ്റവും മുതിർന്ന ഒരു പട്ടാളത്തിൽ ജോലിയെടുത്ത മിലിറ്ററിയിൽ ജോലിയെടുത്ത ഒരു വ്യക്തിയെ ആദരിക്കേണ്ടത് എന്നൊരു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനെ ഇന്ന് ആദരിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം രാജ്യത്തിൻ്റെ ജ്ഞാതനും അജ്ഞാതനുമായ ഒട്ടേറെ ധീര ജവാന്മാർ പോരാടിക്കൊണ്ട് നേടിയെടുത്ത ഇന്ത്യയുടെ ആത്മാഭിമാനം വീണ്ടെടുത്ത ആ കാർഗിൽ യുദ്ധത്തിൻ്റെ സ്മരണ ഈ അവസരത്തിൽ പുതുക്കുമ്പോൾ അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ച ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച ധീര ജവാന്മാരുടെ ആ രാഷ്ട്രത്തിന് വേണ്ടി ധീര രക്തസാക്ഷിയായവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ 4 അതിർത്തി കാക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ധീര ജവാന്മാർക്ക് എല്ലാവിധ തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഒരുമയോടുകൂടി നമുക്ക് കടപൊരുതാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന വേണ്ടപ്പെട്ട ആളുകൂടിയാണ്. തൊട്ടോടുകൂടി മറ്റുള്ള ജില്ലകളൊക്കെ മിക്ക ആൾക്കാരും നമ്മൾ പരിചയമുള്ള ആൾക്കാരുണ്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് സ്വീകരണം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പല ഭാഗത്തും വലിയ ആളാണ്. ചെറിയൊരു ഭാഗത്തൊക്കെ പോയിട്ട് പിന്നെ കൂടുതൽ സർവീസ് നടത്തിയത് ഞാൻ ബംഗാളിലാണ്. പിന്നെ പഞ്ചാബ്, ഹരിയാന, ആസാം, അങ്ങനെ പല ഭാഗത്തും തന്നെ നീണ്ട 19 കൊല്ലം ഞാൻ ജോലി ചെയ്തു. അങ്ങനെ എന്നോട് എനിക്ക് സന്തോഷമുണ്ട്.